2 വർഷത്തെ രഹസ്യ കർമ്മ പദ്ധതി അമേരിക്കയെ നേരിടാൻ ഇറാൻ ഒരുങ്ങുന്നു. US ഏർപ്പെടുത്തിയ പുതിയ സാമ്പത്തിക ഉപരോധങ്ങൾക്കിടയിലും സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിച്ചു നിർത്താൻ രാജ്യത്തിന് ശേഷിയുണ്ടെന്ന ഉറച്ച നിലപാടിൽ ഇറാൻ. യുദ്ധം 6 മാസം പിന്നിടുമ്പോൾ കടുത്ത ഉപരോധങ്ങളിലൂടെ രാജ്യത്തെ മുട്ടുകുത്തിക്കാനുള്ള US നീക്കങ്ങൾക്ക് ബദലായി 2 വർഷത്തെ പ്രത്യേക കർമ്മ പദ്ധതിക്ക് രൂപം നൽകിയതായി സാമ്പത്തിക കാര്യമന്ത്രി അലി മദനിസാദെ അറിയിച്ചു. ഉപരോധങ്ങളെ അതിജീവിക്കാൻ പതിറ്റാണ്ടുകളുടെ അനുഭവ പരിചയമുണ്ടെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം ഇറാനുമായുള്ള ബന്ധം വിച്ഛേദിക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ സമ്മർദ്ദം പല രാജ്യങ്ങളും തള്ളിക്കളയുമെന്ന ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചു. അതേസമയം ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിച്ചും വിദേശ കറൻസിയും സ്വർണവും കരുതി വെച്ചും പ്രതിരോധം തീർക്കാനാണ് ടെഹ്റാന്റെ നീക്കം. സമ്പദ് വ്യവസ്ഥയിൽ കടുത്ത സമ്മർദ്ദം നിലനിൽക്കുന്നുണ്ടെന്ന് അധികൃതർ സമ്മതിക്കുന്നുമുണ്ട്. US ഡോളറിനെതിരെ റിയാലിന്റെ മൂല്യം റെക്കോർഡ് ഇടിവിലേക്ക് താഴ്ന്നു. ജൂലൈ മാസത്തിലെ കണക്കുകൾ പ്രകാരം ഭക്ഷ്യവിലയിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് 128% വർധനവുണ്ടായി. പ്രധാന വരുമാന സ്രോതസ്സായ എണ്ണ കയറ്റുമതി നിലച്ച മട്ടാണെങ്കിലും US-ന് തൊടാനാകാത്ത കേന്ദ്രങ്ങളിൽ സെൻട്രൽ ബാങ്കിന് ആവശ്യത്തിന് വിദേശ കറൻസി ശേഖരമുണ്ടെന്ന് ഗവർണർ അബ്ദുൽ നാസർ ഹെമ്മാത്തി വ്യക്തമാക്കി. ആവശ്യമായ ഭക്ഷ്യവസ്തുക്കളുടെ 85% ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് 90% ഉയർത്താനാണ് ലക്ഷ്യമിടുന്നതെങ്കിലും രാജ്യത്തെ ജലക്ഷാമം കാർഷിക മേഖലയ്ക്ക് വെല്ലുവിളിയാണ്. 97% മരുന്നുകളും സ്വന്തമായി നിർമ്മിക്കുന്നുണ്ടെങ്കിലും ഇറക്കുമതി ചെയ്യുന്ന നിർണായക മരുന്നുകൾക്ക് വിലക്കയറ്റവും ക്ഷാമവും നേരിടുന്നുണ്ട്. US-ഉം ഇസ്രായേലും നടത്തിയ ബോംബാക്രമണങ്ങളിൽ ഊർജ്ജ നിലയങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതോടെ വൈദ്യുതി പ്രകൃതിവാതക വിതരണത്തിൽ പ്രതിദിന റേഷനിംഗ് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇന്ധനവില വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള കടുത്ത സാമ്പത്തിക പരിഷ്കാരങ്ങൾ അനിവാര്യമാണെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്നിരുന്നാലും നിലവിലെ വിഭവക്ഷാമവും പണപ്പെരുപ്പവും കാരണം ജനജീവിതം കൂടുതൽ ദുഷ്കരമായ ഒരു ഘട്ടത്തിലേക്കാണ് ഇറാൻ കടന്നു പോകുന്നത്. അതേസമയം ഇറാനിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്ത 4 ഇന്ത്യൻ കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തി US-ലെ ട്രംപ് ഭരണകൂടം. ഇറാനെതിരായ സാമ്പത്തിക യുദ്ധത്തിന്റെ ഭാഗമായാണ് നടപടി. 4 ഇന്ത്യൻ കമ്പനികൾക്ക് പുറമെ 3 ഇന്ത്യൻ പൗരന്മാർക്കെതിരെയും US ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇറാനുമായി $119 മില്യൺ എണ്ണ വ്യാപാരത്തിൽ ഏർപ്പെട്ടതിനാലാണ് 4 ഇന്ത്യൻ കമ്പനികൾക്കെതിരെ US ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. സദാശിവ ഓവർസീസ് ലിമിറ്റഡ്, PP സോഫ്റ്റ് ടെക് പ്രൈവറ്റ് ലിമിറ്റഡ്, പ്രകൃതീസ് ഇൻഫ്രം ഇൻപെക്ട് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, പോർട്ടിസ് പാർട്ട്നേഴ്സ് LLP എന്നിവയാണ് ഈ കമ്പനികൾ. ഇതിൽ സദാശിവ ഓവർസീസ് ലിമിറ്റഡ് 2024 ഫെബ്രുവരിക്കും 2025 ജൂണിലും ഇടയിലായി $69 മില്യൺ എണ്ണ ഇറാനിൽ നിന്നും ഇറക്കുമതി ചെയ്തെന്നാണ് US ട്രഷറിയുടെ കണ്ടെത്തൽ. PP സോഫ്റ്റ് ടെക്, പ്രകൃതീസ് ഇൻഫ്രം ഇംപെക്സ് എന്നീ കമ്പനികൾ $25 മില്യൺ ഇറാനിയൻ എണ്ണയാണ് വാങ്ങിയത്. ഉപരോധം ഏർപ്പെടുത്തിയ 4ാമത്തെ കമ്പനിയായ പോർട്ടിസ് പാർട്ട്നേഴ്സ് ഇന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കസ്റ്റംസ് ബ്രോക്കിംഗ് കമ്പനിയാണ്. ഇറാനിൽ നിന്നുള്ള എണ്ണ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി നൽകിയതിനാണ് ഇവർക്കെതിരെ US ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. PP സോഫ്റ്റ് ടെക്കിന്റെ ഡയറക്ടർ പ്രശാന്ത് ഖാർ, പോർട്ടീസ് കമ്പനിയുടെ പാർട്ണർമാരായ അഷ്റഫി മിയ ഷേഖ്, ഹാരിഷ് രാമചന്ദ്രൻ എങ്കി എന്നിവർക്കെതിരെയും US-ന്റെ ഉപരോധമുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള കമ്പനികൾക്ക് പുറമെ ചൈന, ഹോങ്കോങ് എന്നിവിടങ്ങളിൽ നിന്നുള്ള 20 കമ്പനികളും US-ന്റെ പുതിയ ഉപരോധ പട്ടികയിലുണ്ട്. വരുമാന മാർഗങ്ങൾ തടഞ്ഞ് ഇറാനെ സാമ്പത്തികമായി സമ്മർദ്ദത്തിലാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് US ഇറാനിൽ നിന്നും എണ്ണ വാങ്ങുന്നവർക്കെതിരെ കർശന നടപടികളുമായി മുന്നോട്ടു പോകുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.